അത് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ദൈവം വിചാരിക്കണം, എൻ്റെ അല്ല നമ്മളെ ദൈവം വിചാരിക്കണം. ഈ ലോകത്തുള്ള പലരും പല ക്യാരക്ടേഴ്സാണ് അല്ലേ. ഇവിടെ എത്രയോ കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെയൊക്കെ മനസ്സും ചിന്തകളും വിചാരങ്ങളും എല്ലാം പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. പലരും നമ്മളെ മറന്നുപോയി. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര വിഷമമുണ്ട് എനിക്കത്. പക്ഷെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഭാര്യ, മക്കള് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടപ്പെട്ട 2-3 ആളുകൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ നല്ല ഈ ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ സ്വന്തമാണ് അല്ലെ, നമുക്ക് അത്രയും ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ലൊരു സമയത്ത് എല്ലാവരും നമ്മളടുത്ത് കൂടും. പക്ഷെ അങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കും. പലരും എൻ്റെ ഫോൺ എടുക്കാത്തൊരവസ്ഥയായി. എനിക്ക് വർക്കില്ല. ഇപ്പം എൻ്റെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, 5-8 സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും എന്നെ വിളിക്കും ഓരോ ചാൻസിനും വേണ്ടി. ഞാൻ ഇതും ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് മക്കളെ ഞാൻ അടുത്തതുണ്ട്, നീ ഇന്ന ദിവസം വരാം അങ്ങനെ. കാരണം ഇത് തിരക്ക് പിടിച്ച പണിയാണ്. അത് ആ സമയത്തും ഞാൻ അവരോട് സംസാരിക്കും, വാ നമുക്ക് ഇന്ന ദിവസം ചെയ്യാം, ഇന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ ഒരു വീഴ്ച വന്നപ്പോഴേ ഒരു മനുഷ്യൻ എന്തിനൊരു എനിക്ക് ഞാൻ 1-2 പ്രോഗ്രാം ഞാൻ അത് വന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു. കാരണം എന്നെ അവർ സഹായിക്കുന്നു വിചാരിച്ചു. സഹായിക്കുന്ന ചില വേറെ ഒന്നുമല്ല, അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തുന്നു. പലരും എൻ്റെ ഫോൺ എടുത്തില്ല. ഭയങ്കരമായി ഫീൽ ചെയ്തു. കാരണം നമ്മൾ അതാണ് രോഗം. ഞാൻ ആരെ പറ്റും പറഞ്ഞതല്ല കേട്ടോ, ഒരു സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുവോ, കേൾക്കുവോ? ഞാൻ പിന്നെ ആസ്വദിക്കുന്ന ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റാണ് അത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ചുമ്മാ സമയം വേറെ ഒന്നിനല്ല കേട്ടാ, സമയം കളയാൻ വേണ്ടിയും പിന്നെ എൻ്റെ ഒരുപാട് എന്താ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. കുഴപ്പമില്ലാണ്ട് വരേണ്ടത്. നന്നായി വരട്ടെ. അതെ അതെ.